വാഴ്ക വയ്യകം, വാഴ്ക വയ്യകം, വാഴ്ക വളമുടൻ. വേദാദ്രി മഹർഷിയുടെ ജീവചരിത്രം, എൻ്റെ ആത്മചരിത്രം. അദ്ധ്യായം 12. പോസ്റ്റൽ ഓഡിറ്റ് ഓഫീസ് ഉദ്യോഗം രാജിവെച്ച ശേഷം എനിക്ക് ലുങ്കി വ്യാപാരം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചു. നൂൽ ചായമിടുന്ന പണിശാലയിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ എനിക്ക് വിജയം നേടിത്തന്നു. വേദാദ്രി കളർ എന്നാൽ മാർക്കറ്റിൽ നല്ല മതിപ്പായി. ചെറിയ ചെറിയ തറികളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ഉദ്ദേശം 1000 തറികൾ വളരെ വളരെ പെട്ടെന്ന് എൻ്റെ കീഴിൽ പ്രവർത്തിച്ചു. മാസം 1 ലുങ്കി വ്യാപാരം ഉദ്ദേശം 1,20,222 വരെ ഉയർന്നു. ലുങ്കി പീസുകൾ ഡെലിവറി ചെയ്യാൻ വളരെയധികം വൈഷമ്യം എനിക്കുണ്ടായി. എനിക്കും എൻ്റെ അനുജനും 1-ാം തരം തീവണ്ടിയുടെ സീസൺ ടിക്കറ്റ് ഉണ്ടായിരുന്നിട്ടും തീവണ്ടിയിൽ ലുങ്കി പീസുകൾ മുഴുവൻ എടുത്തുകൊണ്ട് ചെന്നൈക്ക് പോകുവാൻ സാധിച്ചിരുന്നില്ല. ആയതുകൊണ്ട് ഒരു കാർ ചെറിയ വിലയ്ക്ക് വാങ്ങി ഞാൻ ഉപയോഗിച്ചു. അല്പം റിപ്പയർ ആയി. കാർ നല്ല നിലയിൽ ഓടിക്കൊണ്ടിരുന്നു. പീസുകൾ താമസമിന ഡെലിവറി നടത്തിപ്പോന്നു. 3-4 ആണ്ടുകൾ കഴിഞ്ഞു. വ്യാപാരവും കൂടുതലായി. മറ്റൊരു കാർ കൂടി ആവശ്യമായി വന്നു. അതും ഞാൻ വാങ്ങിച്ചു. ഞാനും കാർ ഓടിക്കുവാനുള്ള ലൈസൻസ് കരസ്ഥമാക്കി. വരുമാന വർധനവ് നല്ല രീതിയിൽ ചിലവാക്കുവാനുള്ള നല്ല പദ്ധതികൾ ആവിഷ്കരിച്ചു. ലുങ്കി കമ്പനിയിലെ നെയ്ത്തുകാർക്ക് വിവാഹത്തിന് ഒരു ബോണസ്, അവരുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ആ ചിലവ് കടമില്ലാതെ കൈകാര്യം ചെയ്യാൻ ഒരു തുക ബോണസ്, ഓരോ വർഷവും കമ്പനിയുടെ മൊത്ത വരുമാനത്തിൻ്റെ 25% നെയ്ത്തുകാർക്ക് എല്ലാവർക്കും ബോണസ്. ഇപ്രകാരം നൽകി വരുമാനത്തിൻ്റെ നീക്കിയിരിപ്പ് ഞാൻ വളരെ കുറച്ചു. മനസ്സിന് വളരെ സന്തോഷമായിരുന്നു. 2 കാറുകളിലൊന്ന് രാത്രികാലങ്ങളിൽ ആര് ചോദിച്ചാലും അത്യാവശ്യ സേവനത്തിന് നൽകുവാനായി പെട്രോൾ നിറച്ച് തയ്യാറാക്കിയിട്ടിരുന്നു. ആ കാലങ്ങളിൽ പ്രസവത്തിന് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാൽ ചെന്നൈക്ക് കൊണ്ടുപോകുന്നതിനായി തീവണ്ടിയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ലായിരുന്നു. കൃത്യസമയത്തിൽ മതിയായ ചികിത്സ ലഭിക്കാതെ ചില സ്ത്രീകൾ മരണപ്പെടുന്നത് ഞാൻ മനസ്സിലാക്കി. അപ്രകാരമുള്ള സാഹചര്യത്തിൽ നമ്മുടെ സേവനം ഉപകാരപ്രദമാകട്ടെ എന്ന് കരുതി കാറിൻ്റെ ലഭ്യത എല്ലാവരെയും ബോധ്യപ്പെടുത്തി. പ്രസവത്തിന് കാർ ആര് ചോദിച്ചാലും പെട്രോൾ ചിലവ്, ഡ്രൈവർ പടി ഒന്നുമില്ലാതെ കാർ വിട്ടു നൽകണമെന്ന് ഞാൻ തീരുമാനിച്ച് പ്രഖ്യാപിച്ചു. പ്രയോജനം ലഭിച്ച കുടുംബങ്ങൾ വളരെയധികം. പകൽ സമയങ്ങളിൽ ലുങ്കി വ്യാപാരം വളരെ താല്പര്യത്തോടുകൂടി ശ്രദ്ധിച്ചു പോന്നു. രാത്രികാലങ്ങളിൽ ധ്യാനം, തത്വജ്ഞാനപരമായ അന്വേഷണങ്ങൾ, ഇവകളിൽ ഞാൻ വ്യാകുലനായിരുന്നു. നാൾ തോറും ജീവിതാനുഭവങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അഭിപ്രായങ്ങൾ കവിതകളായി ഞാൻ എഴുതി ചേർത്തിരുന്നു. ഇപ്രകാരമുള്ള കവിതകളാണ് ലോകസമാധാനം എന്ന വലിയ സമാഹാരമായി നിങ്ങൾ പല സ്നേഹിതരുടെ ഇടയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിനെക്കുറിച്ചുള്ള മുഴുവൻ വിവരണവും ചിന്തകളുടെ ശക്തിയെയും കുറിച്ച് ഗവേഷണം നടത്തി ഞാൻ മനസ്സിലാക്കി. ചിന്തകൾക്ക് എത്രമാത്രം ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കുവാൻ എണ്ണമറ്റ സംഭവങ്ങൾ എന്നിലുണ്ടായി. ഒരു ദിവസം ഞാൻ രാത്രി 9 മണിക്ക് തണ്ടയാർപേട്ടയിലായിരുന്നു. അന്ന് സമയത്ത് ബസ് ലഭിക്കാതെ അവിടെ അരമണിക്കൂർ താമസമായി. എന്നോടൊപ്പം വൈദ്യർ സ്വക്കലിംഗം എന്ന ദേഹവും ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് വണ്ടി ലഭിക്കാതെ പോകും എന്ന് അദ്ദേഹം പറഞ്ഞു. താങ്കൾ നോക്കിക്കോളൂ, ഞാനിന്ന് അതേ വണ്ടിക്ക് തന്നെ പോകും. ഞാൻ അവിടെ എത്തുന്നത് വരെ വണ്ടി നീങ്ങുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന് വിശ്വാസമായില്ല. എഴുമ്പൂരിൽ നിന്നും വണ്ടി പുറപ്പെടേണ്ട സമയം രാത്രി 9:30. ഞങ്ങൾ 9:50 എഴുമ്പൂരിൽ വരാൻ സാധിച്ചത്. വണ്ടി പോയില്ല. പ്ലാറ്റ്ഫോമിൽ നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേർക്കും അത്ഭുതം തോന്നി. വണ്ടിയിൽ ഞങ്ങൾ കയറി. എന്തുകൊണ്ടാണ് വണ്ടി താമസിച്ചതെന്ന് വണ്ടിയിലുണ്ടായിരുന്നവരോട് ഞങ്ങൾ ചോദിച്ചു. ആയതിന് വണ്ടി സമയത്ത് പുറപ്പെട്ടതാണ്. അപ്പോൾ വണ്ടിയുടെ ഇഞ്ചക്ടർ പൈപ്പ് പൊട്ടിപ്പോയി. അതിന് പകരം വേറെ പൈപ്പ് മാറിയതിന് ശേഷം ഈ വണ്ടി എടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് വണ്ടി അരമണിക്കൂർ താമസിക്കും എന്നവർ പറഞ്ഞു. ഉടൻ തന്നെ വണ്ടി സൈറൻ മുഴക്കി പുറപ്പെട്ടു. വണ്ടിയിലിരുന്നിരുന്ന സുഹൃത്ത്, ഇതെങ്ങനെ താങ്കൾക്കറിയാം? അത്രമാത്രം ഉറപ്പോടെ വണ്ടി പോവുകയില്ല എന്ന് എങ്ങനെ താങ്കൾക്ക് പറയാൻ സാധിച്ചു എന്ന് പിറുപിറുത്തു. ഒന്നുമില്ല, ഇപ്പോൾ നാം യോഗ പരിശീലനം ചെയ്തു വരുന്നു. മനസ്സിന് ആയതുമൂലം ശക്തി കൂടി വരുന്നു. ചിന്തിക്കുന്നത് പോലെ സംഭവിക്കുന്നത് ചെറിയ ചെറിയ സംഭവങ്ങൾ മൂലം പല പ്രാവശ്യം ഞാൻ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആയതിനാൽ തീവണ്ടി പോലും നിൽക്കുമെന്ന് ഇന്നെനിക്ക് തോന്നി. അത് പരിശോധിച്ച് നോക്കുവാൻ വേണ്ടി ചിന്തകളെ ഞാനിന്ന് പ്രയോഗിച്ചതാണ്. ചിന്തകളുടെ ശക്തിയെക്കുറിച്ച് ഞാൻ നന്നായി മനസ്സിലാക്കി. അതോടൊപ്പം ഇമാതിരി ചിന്തകളെ ഉപയോഗിക്കാൻ പാടില്ല എന്നും തീരുമാനിച്ചു. ഇതെന്തുകൊണ്ടാണ് തെറ്റ് എന്ന് അദ്ദേഹം ചോദിച്ചു. നമുക്ക് 2 പേർക്കും സമയത്ത് ചെല്ലുവാനായി വണ്ടി ലഭിച്ചു. പക്ഷേ ഉദ്ദേശം 1500 ആളുകൾ പ്ലാറ്റ്ഫോമിൽ നിന്നും വണ്ടിയിൽ കയറി ഉഷ്ണത്താൽ വിഷമിച്ചു കൊണ്ടിരുന്നില്ലേ? അവർക്കുണ്ടായ വിഷമത്തിന് ഞാനല്ലേ കാരണം? ഈ രീതിയിൽ ഇനി എൻ്റെ ശക്തി ഞാൻ ഉപയോഗിക്കുകയില്ല. അനുഭവത്തിൻ്റെ പരിണതഫല ചിന്താശക്തി മൂലം അഭിപ്രായത്തെ അറിയിക്കാൻ പറ്റുമെന്ന് അനുഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി. ഇതിനെ നന്മ ലഭിക്കത്തക്ക രീതിയിൽ ഉപയോഗിച്ച് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ ഞാൻ തീരുമാനിച്ചു. ആ സമയം ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റു അമേരിക്കയിൽ പോയിരുന്നു. അവിടെ അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ സംസാരിക്കുവാനിരിക്കുകയായിരുന്നു. ഞാനിവിടെ ചില വാക്കുകൾ ചേർത്ത് വെച്ചു. ഈ വാക്കുകൾ അദ്ദേഹം ഐക്യരാഷ്ട്രസഭ പ്രസംഗത്തിൽ വെളിപ്പെടുന്നത് പോലെ ചെയ്യാൻ സാധിക്കും എന്ന് ചില സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു വെച്ചു.
യഥാക്രമ അഭിപ്രായങ്ങൾ നെഹ്റുവിന് സ്വീകാര്യമാകുന്ന തരത്തിൽ ഞാൻ പടർത്തിവിട്ടു. 4-ാം ദിവസം പത്രത്തിൽ നെഹ്റുവിൻ്റെ പ്രസംഗം വായിച്ചപ്പോൾ അതിനിടയിൽ ഞാൻ അവിടെ പറഞ്ഞ വാക്കുകൾ എല്ലാം ഉണ്ടായിരുന്നു. ഇത് കണ്ട സുഹൃത്തുക്കൾക്ക് ആവേശഭരിതരായി. എനിക്കത് അല്പം പോലും അതിശയോക്തിയായിരുന്നില്ല. എങ്കിലും ചിന്താശക്തികൾ പ്രയോഗിക്കുന്നതിൽ വളരെ ശ്രദ്ധാലുവായിരിക്കണമെന്ന തീരുമാനത്തിൽ ഞാൻ ഉറച്ചിരുന്നു. ചിന്താശക്തി കണക്കൂട്ടാൻ സാധിക്കാത്തതാണ്. എങ്കിലും പ്രകൃതിയാലുണ്ടാകുന്ന കാരണങ്ങൾ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രപഞ്ചശക്തിയെയും കടന്ന ചില സമയങ്ങളിൽ ചിന്താശക്തി പ്രവർത്തിക്കും. പക്ഷേ പ്രപഞ്ച നിയമത്തിനും പല ആയിരം പേരാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ സമൂഹ അഭിപ്രായ ചിന്താധാരകൾക്ക് ആരെങ്കിലും എതിരായി പ്രവർത്തിച്ചാൽ പലപ്പോഴും അത് തിന്മയെ ഭവിക്കാറുള്ളൂ. പൊതുവെ നന്മ ലഭിക്കുവാൻ വേണ്ടിയുള്ള ഒരു ചിന്തയ്ക്ക് ബലം കൂട്ടുന്നതിൽ തെറ്റില്ല. പക്ഷേ പ്രത്യേകിച്ച് അത് ഇപ്രകാരം നടക്കണം എന്ന് വിചാരിച്ച് അതിനുവേണ്ടി മനഃശക്തി പ്രയോഗിക്കുന്നത് മൂലം ചില ദുഃഖങ്ങളുണ്ടാകും. ഉദാഹരണത്തിന്, പ്രായപൂർത്തിയായ ഒരു പെണ്ണോ ചെറുക്കനോ തനിക്ക് നല്ല സ്വഭാവവും സൗന്ദര്യമുള്ള ജീവിത പങ്കാളിയെ ലഭിക്കണമെന്ന് വിചാരിച്ചാൽ അതിൽ തെറ്റില്ല. ഒരു പ്രത്യേക വ്യക്തി വിചാരിച്ച് അയാൾ തൻ്റെ ജീവിത പങ്കാളി ആകണമെന്ന് ആഗ്രഹിക്കുന്നതും ശരിയല്ല. പ്രകൃതി നിയമവും ജനങ്ങൾ പലരുടെ ഓർമ്മകളും ഈ ചിന്തകൾക്ക് വ്യത്യസ്തമായിരുന്നാലും ചില സമയത്ത് പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിക്കും. ചിലപ്പോൾ ജീവിതം മുഴുവനും പൂർത്തീകരണം ലഭിക്കാതെയും പോകാം. പ്രകൃതി നിയമം എല്ലാത്തിനേക്കാളും ശക്തിയുള്ളതാണ്. അതിനുശേഷം സമൂഹത്തിലെ ജനങ്ങളുടെ ചിന്താധാരകൾ ഇവ രണ്ടിനും ചേർന്ന തരത്തിൽ വ്യക്തികളുടെ തീരുമാനങ്ങളും ശ്രമവും ഉണ്ടായാൽ ജയം എളുപ്പത്തിൽ ലഭിക്കുന്നത് കൂടാതെ അതിൻ്റെ ഫലം ജീവിത വിജയവും നൽകും. പ്രകൃതി, സമൂഹം എന്നീ രണ്ട് ശക്തികൾക്കുമെതിരായി ഒരു വ്യക്തിയുടെ ചിന്ത പ്രവർത്തിക്കുന്നുവെങ്കിൽ വിജയം എളുപ്പത്തിൽ ലഭിക്കുകയില്ല. അങ്ങനെ ലഭിച്ചുവെങ്കിലും അതിനെ തുടർന്ന് പല പൊരുത്തക്കേടായ ഫലങ്ങളുണ്ടാവുകയും ചെയ്യും. ഇപ്രകാരമുള്ള പരീക്ഷണങ്ങൾക്കൊടുവിലാണ് പൊതുവായി ഫലങ്ങൾ ലഭിക്കുന്ന സങ്കല്പങ്ങളെ ഞാൻ സൃഷ്ടിച്ചത്. അതാണ് ശരീരസൗഖ്യ ജ്ഞാനത്തിനൊപ്പം സമ്പത്ത് കീർത്തി അധികരിച്ച് കൂടുതൽ മെച്ചമായി ഞാൻ ജീവിക്കും. ഉടൽനലം അറിവോട് സെൽവം കീർത്തി ഉയർവടൈന്ത് മേൻപേലും സിറപ്പായി വാഴ്വേൻ എന്നതാണത്. കൂടാതെ സൈക്കോളജിയെക്കുറിച്ചുള്ള ചില വിശദാംശങ്ങളും അക്കാലത്താണ് എനിക്ക് ലഭിച്ചത്. ജീവശക്തിയാണ് ജീവകാന്ത ശക്തിയെന്നും അതുതന്നെയാണ് കുണ്ടലിനി ശക്തി എന്നറിയപ്പെടുന്നതും ജീവശക്തിയുടെ ഉന്തലവസ്ഥയാണ് മനസ്സായി പ്രതിഫലിക്കുന്നത് എന്നും അക്കാല ചിന്തകളിൽ നിന്നുമുള്ള എൻ്റെ കണ്ടെത്തലുകളാണ്. കൂടാതെ ജീവകാന്ത ശക്തിയെ മറ്റുള്ളവർക്ക് പ്രവഹിപ്പിച്ചു നൽകാൻ ചില നന്മകളെ സൃഷ്ടിക്കാം എന്ന് ഞാൻ ബോധ്യപ്പെട്ടു. ജീവനെക്കുറിച്ചുള്ള സത്യങ്ങൾ മനസ്സിലാക്കുവാനായി വളരെ കാലം ഞാൻ പരീക്ഷണങ്ങൾ നടത്തിവന്നു. ജീവിക്കുന്ന കാലങ്ങളിൽ ജീവൻ ശരീരത്തിൽ എപ്രകാരമാണ് നിലകൊള്ളുന്നത്, പ്രവർത്തിക്കുന്നത് സത്യവും ഞാൻ നന്നായി മനസ്സിലാക്കി. ജീവൻ എന്നത് ആകാശമാണെന്നും അത് പ്രപഞ്ചം മുഴുവനും ശക്തിക്കടലായി നിറഞ്ഞു നിൽക്കുന്നു എന്നും ആ നിലയിലുള്ള ജീവനെ മഹാകാശമെന്ന് മഹത്കരിക്കുന്നു എന്നും എനിക്ക് മനസ്സിലായി. ഈ ആകാശമെന്ന സൂക്ഷ്മ മൂലകണങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അതുതന്നെ കാറ്റായും അഗ്നിയായും ജലമായും നിലമായും മർത്താവസ്ഥയ്ക്കനുസരിച്ച് പഞ്ചഭൂതങ്ങളായി നിലകൊള്ളുന്നു എന്നതും എനിക്ക് ബോധ്യപ്പെട്ടു. ഈ ജീവശക്തിയുടെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന കാന്തശക്തിയാണ് ആകാശമെന്ന നിലയിൽ മർദ്ദമായും കാറ്റ് എന്ന നിലയിൽ ശബ്ദമായും അഗ്നി എന്ന നിലയിൽ പ്രകാശമായും ജലം എന്ന നിലയിൽ രുചിയായും നിലം എന്ന നിലയിൽ മനസ്സായും പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും എനിക്ക് ബോധ്യമായി. ജീവരാശികളിൽ ഇതേ ആകാശമാണ് ജീവനായി പ്രവർത്തിച്ചുകൊണ്ട് അതിൽ നിന്നും ജനിക്കുന്ന തരംഗമാണ് മനസ്സായി പ്രതിഫലിക്കുന്നത് എന്ന സത്യവും എനിക്ക് ബോധ്യപ്പെട്ടു. എങ്കിലും ജീവനെക്കുറിച്ചുള്ള വിശദീകരണത്തിൽ തുടർച്ചയായി ചില സംശയങ്ങൾ ഉണ്ടായിക്കൊണ്ടായിരുന്നു. ഈ ശരീരത്തിന് ജീവൻ എവിടെ നിന്ന് വന്നു എന്ന സംശയങ്ങൾ തന്നെയാണവ. ചുരുക്കി പറഞ്ഞാൽ ജനനത്തിന് മുമ്പും മരണത്തിന് ശേഷവും ജീവന്റെ അവസ്ഥ എന്താണ് എന്നതാണ് പ്രധാന ചോദ്യം. ശ്രമത്തോടുകൂടി തുടർന്നുള്ള സൂക്ഷ്മ പരിശോധന മൂലം ജീവൻ ഗർഭപിണ്ഡം വഴി ജനനപരമ്പരയുടെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുന്നു എന്ന സത്യത്തെ ഞാൻ ഉണർന്നു. എൻ്റെ ജന്മഗർഭപിണ്ഡം വഴി ശരീര സംബന്ധമായി എൻ്റെ അമ്മ, അച്ഛൻ രണ്ടുപേരെയും ഞാൻ ദർശിച്ചു. വീണ്ടും പുറകിലേക്ക് പര്യവേഷണം നടത്തിക്കൊണ്ട് പോയതിൽ അപ്പൂപ്പൻ, അമ്മൂമ്മ, അവരുടെ മാതാപിതാക്കൾ. ഇപ്രകാരം തുടർന്ന പര്യവേഷണത്തിൽ ലോകത്തിലെ ആദ്യ സൃഷ്ടിയായ മനുഷ്യൻ്റെ പക്കൽ എൻ്റെ ജ്ഞാനം പോയി നിന്നു. വീണ്ടും പുറകിലോട്ട് തുടർന്നു ഗവേഷണം നടത്തിപ്പോയതിൽ ആദ്യ മനുഷ്യൻ്റെ മുൻപിലെ ജനന ശൃംഖലയിൽ നാൽക്കാലികൾ, ഇടജന്തുക്കൾ, സസ്യങ്ങൾ, ഏകകോശ ജീവികളും തുടർന്ന് തന്മാത്ര, അണു, പരമാണു, ശുദ്ധവെളി എന്ന തീരുമാനമായി. അങ്ങനെ ശുദ്ധവെളിയായ പരമാണു എന്ന ശക്തിയായി അവരുടെ സംയോഗത്തിൽ മഹാപ്രപഞ്ച സൃഷ്ടികളെല്ലാമായി മാറി. തുടർന്ന് ഈ ലോകത്തിൽ 1 ഇന്ദ്രിയം മുതൽ 6 ഇന്ദ്രിയം വരെയുള്ള ജീവരാശികളുടെ അവകളിൽ ഒരു ഭാഗമാണ് ശരീരമായും ജീവനായും ഉള്ള ഞാൻ എന്നും എന്നിൽ പ്രവർത്തിക്കുന്ന ജീവനാണ് ബ്രഹ്മത്തിൽ പ്രത്യക്ഷപ്പെട്ട് കാലപരമ്പറ്റ തുടർപ്രവൃത്തികളിൽ പല ജീവരാശികളെയും കടന്നു വന്നത് എന്ന സത്യതയും ഞാൻ ബോധ്യപ്പെട്ടു. ഈ ജീവനിൽ ഇതുവരെ ഗർഭപിണ്ഡ തുടർച്ചയായി ലഭിച്ച പല ജന്മങ്ങളിൽ നേടിയ അനുഭവങ്ങളാണ് രേഖപ്പെടുത്തലുകളായുള്ളത്. അത്രയും ജീവികളുടെ ഗുണങ്ങളും സ്വഭാവങ്ങളും ഞാൻ എൻ്റെ ജീവനിൽ ഉള്ളടക്കി വച്ചിരിക്കുന്നു. എനിക്ക് ബോധ്യപ്പെട്ട ഇപ്രകാരമുള്ള വ്യാഖ്യാനത്തിൽ ഞാൻ അതിരുകടന്ന സന്തോഷവും മാനസിക പൂർത്തീകരണവും നേടി. ഏത് മനുഷ്യനും പ്രകൃതി എന്ന പൂർണ്ണതയുടെ ഭാഗമാണ്.
സൂക്ഷ്മ ഉണർവിൽ നിന്നും വികസിച്ച ഉണർവിലേക്ക്, പകുത്തുണർവിലേക്ക്, തുകുത്തുണർവ് മനസ്സ് വ്യാപരിക്കുമ്പോൾ പ്രപഞ്ച സത്യങ്ങൾ, രഹസ്യങ്ങൾ എന്നിവ ഓരോന്നായി ബോധ്യപ്പെടും. അപ്രകാരം ലഭിക്കുന്ന വ്യാഖ്യാനങ്ങൾ അറിവിന് ഹൃദ്യമായ അനുഭവമായി ശോഭിക്കും. ഇപ്രകാരം ശരീരജീവൻ്റെ പ്രാധാന്യം എനിക്ക് മനസ്സിലായി. ശരീരം വെടിഞ്ഞ ശേഷം ജീവൻ്റെ അവസ്ഥ എന്താണ്? എൻ്റെ ചിന്തകൾ തുടർന്നു. ജീവൻ നാശമില്ലാത്തതാണ്. അത് ശരീരം വെടിഞ്ഞ ശേഷം വീണ്ടും ജന്മമെടുക്കാൻ സാധ്യതയില്ല എന്ന സത്യം എനിക്ക് മനസ്സിലായി. കാരണം ഒരേ ശരീരവും സൃഷ്ടിക്കപ്പെടുമ്പോൾ തന്നെ അമ്മ, അച്ഛൻ ബീജാവസ്ഥയിൽ തന്നെ ജീവനോടുകൂടിയാണ് ആരംഭിക്കുന്നത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരുന്ന ഗർഭപിണ്ഡത്തിന് ജീവനില്ല. 7ാമത്തെ 8ാമത്തെ മാസത്തിൽ മാത്രമാണ് ജീവൻ പ്രവേശിക്കുന്നത് എന്ന സങ്കല്പത്തിൽ നിന്നും എന്നെ ഞാൻ വീണ്ടെടുത്തു. പക്ഷേ ശരീരം വെടിഞ്ഞ ശേഷം ജീവൻ്റെ അവസ്ഥ എന്ത്? ഈ ചിന്തയിൽ എൻ്റെ അറിവിന് പൂർണ്ണത ലഭിക്കുന്ന തരത്തിൽ എന്നിൽ ഉത്തരങ്ങൾ ഓരോന്നായി പിറന്നു. ശരീരം ഉപേക്ഷിച്ച ജീവനെ 3ആയി തരംതിരിക്കാം. വാർദ്ധക്യത്താലും വളരെക്കാലം തുടർച്ചയായുള്ള രോഗത്തിനാലും അതിജീവനത്തിൻ്റെ അളവ് കുറവായ ശരീരത്തെ നയിക്കുവാൻ കഴിയാതെയും തുറന്ന ശരീരത്തിൽ നിലനിൽക്കുവാൻ സാധിക്കാതെ ജീവൻ നഷ്ടപ്പെട്ട് സംഭവിക്കുന്ന മരണം ഒരു തരം. ഇപ്രകാരം ശരീരം വിട്ട അതിജീവനത്തിൻ്റെ അളവും മർദ്ദവും വളരെ കുറവാണ്. ഇത് ഒരു തരം. കൊലപാതകം, ആത്മഹത്യ, അപകടം സംഭവിക്കുന്ന മൂലമുള്ള പെട്ടെന്നുള്ള മരണം. ഈ അവസ്ഥയിൽ ശരീരം വിട്ട അതിജീവനം അളവിലും മർദ്ദത്തിലും മഹത്തായിരിക്കും. ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരീരത്തിൽ ലയിക്കുവാനുള്ള വേഗം ഇങ്ങനെയുള്ള അതിജീവനത്തിന് അധികമാണ്. ഇവ 2ാമത്തെ തരം. ലോകത്തിൽ ജീവിതം പൂർണ്ണമായും ജീവിച്ച് അറിവിൽ പൂർണ്ണമായ ആഗ്രഹങ്ങളുടെ രേഖപ്പെടുത്തലുകളെ നീക്കി പൂർണ്ണ മനസ്സ് നേടി തനിക്ക് ആദിയും അവസാനവുമായ ആദ്യ നിലയോട് ജീവനുള്ളപ്പോൾ തന്നെ തപസ്സിനാൽ ബന്ധപ്പെട്ട് ജീവിച്ച് ഇനി ജീവന് തൻ്റെ ജ്ഞാനവളർച്ചയ്ക്ക് ശരീരം ആവശ്യമില്ല എന്ന വകയിൽ ശരീരം വിട്ട് അതിജീവനം വേർപിരിഞ്ഞു പോകുന്നത് ഇത് 3ആം തരം. ആയതിനാൽ ശരീരം വിട്ട് വേർപെട്ടു പോകുന്ന ജീവനെ സ്വാഭാവിക മരണം, പെട്ടെന്നുള്ള മരണം, പരിശുദ്ധിയും പൂർണ്ണതയും നേടിയതുകൊണ്ട് സംഭവിക്കുന്ന അന്ത്യം എങ്ങനെ 3ആയി തിരിക്കാം. ഏതു തരത്തിലുള്ള ജീവനാണെങ്കിലും ആഗ്രഹ പതിവുകൾ, രേഖപ്പെടുത്തലുകൾ, സ്വഭാവ പതിവുകൾ, നേടിയ അറിവിൻ്റെ പതിവുകൾ, ഇച്ഛൈപതിവ്, പഴക്കപ്പതിവ്, വിളക്കപ്പതിവ് എന്നീ 3 തരം രേഖപ്പെടുത്തലുകൾ ഉണ്ട്. ഈ ജീവൻ ശരീരം വിട്ട ശേഷവും ആഗ്രഹത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും കാരണമായി ഈ ഭൂലോകത്തിൽ നിന്നും വളരെ പോകാൻ സാധ്യമല്ല. ലോകത്തിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ഗുണാതിശയ ഗുണമേന്മയ്ക്ക് ഇവ യോജിച്ച് ഈ ജീവൻ തങ്ങൾക്ക് യോജിച്ച ഗുണനിലയുള്ള മനുഷ്യരുടെ അതിജീവനത്തോട് ചേർന്ന് അല്പാൽപമായി തങ്ങളിലുള്ള പതിവുകളെ നീക്കിക്കൊള്ളും. ശരീരം വിട്ട ജീവൻ്റെ തുടർച്ചയാൽ ജനങ്ങൾ ശക്തി അധികരിക്കും. കൂടുതലായും നന്മകളായും ചിലപ്പോൾ തിന്മകൾ നൽകുന്ന അപകടമായും ഭവിക്കാം. ഇപ്രകാരം ശരീരം വെടിഞ്ഞ ജീവനത്രയും അതിനൊത്ത സ്വഭാവമുള്ളവരോട് ചേർന്ന് പ്രവർത്തിച്ച് വെവ്വേറെ അണുവണുവായി വേർപിരിഞ്ഞ് തൻ്റെ അതിജീവന നില നഷ്ടപ്പെട്ട് മഹാകാശത്തിനോട് പിന്നീട് ലയിച്ചു ചേരും. ഈ വിവരങ്ങളെല്ലാം എനിക്ക് എൻ്റെ അന്വേഷണം മൂലം ലഭിച്ചു. ചില മനുഷ്യരോട് ചേരുന്ന ജീവൻ അവിടെ സ്ഥായിയായുള്ള ജീവന് ഒരു മയക്കാവസ്ഥ ഏർപ്പെടുത്തി അതേസമയം തന്നെ തൻ്റെ പ്രവൃത്തിയും പ്രത്യക്ഷത്തിൽ നടത്തും. ഇതിനെ ട്രാൻസ്റ്റേറ്റ് എന്ന് വിളിക്കാം. പ്രശ്നം പറയുക, വീമ്പടിക്കുക, വലിവ് പോലെ കൈകാലുകൾ കൊച്ചുക, മയങ്ങിക്കിടക്കുക തുടങ്ങിയ സൂചനകൾ ഞാൻ നേരിൽ കണ്ടു. ചില അപ്രകാരമുള്ള ബന്ധപ്പെട്ട ജീവനുകളുമായി ഞാൻ സംവേദിച്ചിട്ടുണ്ട്. ഈ സത്യങ്ങളെല്ലാം നിരൂപണം ചെയ്ത് കാണിക്കുവാനായി എന്നിൽ തന്നെ മഹത്തായ അനുഭവമുണ്ടായി. ദിവ്യജ്യോതി രാമലിംഗ വള്ളരാളുടെ അനുഗ്രഹം ലഭിച്ചു. എനിക്ക് ഉദ്ദേശം 42 വയസ്സ് കാണും. ഞാൻ തെരുവിനോട് ചേർന്നുള്ള വീടിൻ്റെ തിണ്ണയിൽ തുടർച്ചയായി പല ദിവസങ്ങൾ കിടന്നുറങ്ങാറുണ്ട്. ഒരു പൗർണമി ദിവസം രാത്രി ഉദ്ദേശം 12:30 മണിയായി കാണും. നല്ല നിലാവെളിച്ചം തിണ്ണയുടെ കാൽഭാഗം വരെയുണ്ട്. ഞാൻ കണ്ണു തുറന്നു നോക്കി. എൻ്റെ വലതുവശത്ത് 2 അടി ദൂരത്തിൽ ദിവ്യജ്യോതി രാമലിംഗ വള്ളലാർ ശുദ്ധ വെളുത്ത വസ്ത്രത്തോടും തലയും അതേ വെളുത്ത വസ്ത്രത്തിൽ മൂടിയ അവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു. എനിക്കൊരു വിഭ്രാന്തി അനുഭവപ്പെട്ടു. അദ്ദേഹത്തെ നമസ്കരിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിലേക്ക് ഞാൻ സമീപിച്ചു. ഞാൻ നിന്നോടുകൂടെ 10 ആണ്ട് കാലം ഇരിക്കാൻ പോകുന്നു മകനെ. ഇതിനെ ഇപ്പോൾ നീ ആരുടെ അടുക്കലും അറിയിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ വ്യക്തമായി ശ്രവിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വരൂപവും ഞാൻ കണ്ടു. അനുഗ്രഹ വാക്കുകളും ഞാൻ കേട്ടു. ഉടൻ തന്നെ ഞാൻ ദൃശ്യ സ്വരൂപം മുമ്പിൽ നിന്നും മറഞ്ഞു. എൻ്റെ ശരീരമെല്ലാം രോമാഞ്ചമടഞ്ഞു. ആനന്ദം താങ്ങാനായില്ല. എൻ്റെ ഭാര്യയെ ഉണർത്തി പറഞ്ഞ് സന്തോഷിക്കാം, എന്നാൽ മറ്റുള്ളവരുടെ അടുത്ത് ഉടൻ അറിയിക്കരുതെന്ന ആജ്ഞ. ഞാൻ എന്തു ചെയ്യും? ഹൃദയാനന്ദത്തോടുകൂടി ഞാൻ ധ്യാനത്തിലിരുന്നു. പക്ഷേ വള്ളലാറിൻ്റെ ദൃശ്യമല്ലാതെ ധ്യാനമൊന്നും ചെയ്യുവാൻ എനിക്ക് സാധിച്ചില്ല. അന്നു മുതൽ 10 വർഷക്കാലത്തിനുള്ളിൽ ഞാൻ എഴുതിയ ലേഖനങ്ങൾ, കവിതകൾ എല്ലാം തത്വമയമായിരുന്നു. രാമലിംഗ വള്ളലാർ അദ്ദേഹം സ്വന്തം ശരീരം മൂലം തീർക്കുവാൻ സാധിക്കാതെ ബാക്കി വെച്ച പ്രവൃത്തികളെല്ലാം എൻ്റെ എളിയ ശരീരം കൊണ്ട് തീർത്തു എന്ന് തന്നെ ഞാൻ കരുതുന്നു. എൻ്റെ കവിതകളെയും അഭിപ്രായങ്ങളെയും ആശ്ചര്യത്തോടുകൂടി പ്രശംസിക്കുന്ന എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് ഈ സംഭവം വിവരിച്ച് ഈ മഹത്വങ്ങളെല്ലാം ദിവ്യജ്യോതി വള്ളലാരുടേതാണെന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും സന്തോഷിക്കുമായിരുന്നു. ആ മഹാൻ പല സന്ദർഭങ്ങളിൽ എന്നോട് ചേർന്ന് എനിക്ക് വഴികാട്ടിയായി എന്നെ പ്രവർത്തിപ്പിച്ചിരുന്നത് ഞാൻ അനുഭവമായി കണ്ടിട്ടുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് അനുഗ്രഹം നൽകിയ മഹാൻ.
ഈ അനുഭവങ്ങളോടൊപ്പം മറ്റൊരു അനുഭവം എൻ്റെ ആദ്യ ഭാര്യ രോഗമ്പാൾ മൂലവും എനിക്ക് ലഭിച്ചു. അവളോടൊപ്പം ഒരു അനുഗ്രഹം തന്നെ സ്വഭാവം. ഒരു മഹാൻ്റെ ആത്മാവ് സൗഹൃദം കൊണ്ടു. ചിലപ്പോൾ അവൾക്ക് ഒരു മയക്കുനില അനുഭവപ്പെടും. അതിനുശേഷം ആ മഹാൻ്റെ ആത്മാവ് സംസാരിക്കുവാൻ ആരംഭിക്കും. അതുമൂലം ഞങ്ങളുടെ കുടുംബത്തിന് വളരെയധികം നന്മകളും സംരക്ഷണവും ലഭിച്ചു. ദിവസം പല പ്രാവശ്യം ആ അനുഗ്രഹം നിറഞ്ഞ മഹാൻ്റെ ആത്മാവിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരല്ലാതെ മറ്റാർക്കും ഇതറിയില്ല. ഈ നേരിട്ട അനുഭവങ്ങൾ എൻ്റെ തത്വപരീക്ഷണങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്തു. ശരീരം വിട്ട് ജീവൻ വേർപിരിഞ്ഞ ശേഷം ആ ജീവൻ്റെ അവസ്ഥ എന്താണ് എന്ന പല വേദികളിലും, ജനനത്തിനു മുമ്പ് മരണത്തിന് ശേഷവും ജീവൻ്റെ അവസ്ഥ എന്ത് എന്ന തലക്കെട്ടുകളിലും ഞാൻ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഈ തലക്കെട്ടിൽ ഒരു ചെറിയ പുസ്തകം വിശദമായി പ്രകാശനം ചെയ്യണമെന്നും ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നു.